ചെക്കനൊരു പാവ. അവനാണെങ്കിൽ ഇപ്പോഴും നിന്നോട് മുടിഞ്ഞ പ്രേമ. ഇല്ലെങ്കിൽ പൊന്നു മോളെ, നീ ഇപ്പോ ഹരിശങ്കറിനുള്ളത് ഞാൻ അവന് നേരിട്ട് കൊടുത്തോളാം. ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. ഞാൻ എൻ്റെ തള്ളയുടെ കയ്യിൽ ഒരു പൊതി സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു. നിനക്കറിയാവോ അതെവിടാന്ന്? എനിക്കത് വേണം. നിനക്കറിയില്ലേ? വാതൊന്ന് പറയടി. എനിക്കറിയില്ല. ഹേ, നിനക്കറിയാം. നീ പറയും. അതവനല്ലേ നിന്റെ SP? ഇപ്പൊ ഞങ്ങൾ തമ്മിൽ എന്തായാലും കാണണ്ട. ഞാൻ പറഞ്ഞ പൊതി നീ എടുത്തു വെച്ചേക്ക്. ഞാൻ പിന്നെ വരും. അവനെ, ഞാൻ ഇവിടെ വന്ന കാര്യം നീ SP-യോട് പറയാൻ നിൽക്കണ്ട. നീ പറയില്ല. പറഞ്ഞ എന്റെ അടുത്ത വരവ് ഇങ്ങനെ ആവില്ല. ലോനപ്പേട്ട, ലോനപ്പേട്ട, ലോനപ്പേട്ട. കുഞ്ഞിനെ എന്താ അവൻ ചെയ്തേ? അവനവിടെ ഹരിസാറിനെ വിളിക്ക്. മൈനെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കേ. ലോനപ്പേട്ട, ഇപ്പൊ ഒന്നും പറയണ്ട. ഹരിയുടെ ഇപ്പൊ ഒന്നും അറിയണ്ട. കുഞ്ഞെന്താ ഈ പറയുന്നേ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹരിയേട്ടൻ ഇപ്പൊ ഒന്നും അറിയണ്ട. നിങ്ങളെന്താ ഇവിടെ കൊന്ന പിഴുങ്ങി പോലെ നിൽക്കുന്നേ? വിളിച്ചത് കേട്ടില്ലേ? എന്താ എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ? എന്താ ലോനപ്പ? ഒന്നുമില്ല. അല്ല ലോനപ്പേട്ട, അപ്പോഴേ നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. ഒരാൾ വന്നിട്ടുണ്ട്. നീ കേറി വാ. അമ്മണിയമ്മേ, ഇനി നമ്മുടെ അമ്മണിയമ്മ നമ്മളെ വിട്ട് എവിടേക്കും പോവില്ല. അല്ലേ അമ്മണിയമ്മേ? ഇവരോ? ഇനി ഇവിടെ അവര് വേണ്ട. ലോനപ്പ, സാറ് ക്ഷമിക്കണം. അത് ശരിയാവില്ല. നമ്മളോടൊക്കെ ഇത്തിരിയെങ്കിലും ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ വല്ലവരും പറയുന്നത് കേട്ട് ഇവരിവിടെ കിടന്ന് തുള്ളുമായിരുന്നു. മകനും മകന്റെ കൂട്ടുകാരനെന്നും പറഞ്ഞ് നടക്കുന്ന ഓരോ തെണ്ടികൾ പറയുന്നത് കേട്ട് സാറിനെ ഈ കുഞ്ഞിനെ എന്തുമാത്രം അവമാനിച്ചു അവര്. ലോനപ്പ മതി. അതൊക്കെ അമ്മണിയമ്മയ്ക്കൊരു അബദ്ധം സംഭവിച്ചതാ. സാറിന് അബദ്ധമായിട്ട് കാണാം, പക്ഷെ എനിക്കാവില്ല. നന്ദിയില്ലാത്ത സ്ത്രീ അവര്. പോകാൻ വേറെ ഒരിടവും ഇല്ലാത്തോണ്ട് ഇങ്ങോട്ട് വന്നതാ. ലോന് പെട്ട് നിർത്തുന്നുണ്ടോ? അവ പറയട്ടെ കുഞ്ഞെ, ശരിയല്ലേ? ഞാനിതൊക്കെ കേക്കേണ്ടവളാ, നന്ദിയില്ലാത്തവളാ. ഏയ്, അമ്മണിയമ്മ വേറൊന്നും കരുതണ്ട. ലോനപ്പ സ്നേഹം കൊണ്ട് പറഞ്ഞാലേ, അല്ലാതെ. അങ്ങനെയല്ല സാറേ. ഇനി അമ്മണിയമ്മ ഇവിടെ നിൽക്കുന്നത് നമുക്കൊക്കെ അബദ്ധ. ഇവിടെ ഇപ്പൊ വന്നിരുന്നു അവൻ, ഇവരുടെ മകൻ രഘു. അവൻ ഇനിയും വരും. കുഞ്ഞു നോക്കി പേടിപ്പിക്കണ്ട. എത്ര പറയരുതെന്ന് പറഞ്ഞാലും ഞാനല്ല ഹരിസാറിനോട് പറയും. എന്താ സംഭവിച്ചെന്ന് പറയലോണപ്പാ. ഞാൻ പിന്നാമ്പറത്ത് എന്റെ തുണി കഴുകി വിരിക്കുകയായിരുന്നു. അപ്പോഴാ ആരോ ഇതിനകത്ത് കയറുന്നതായിട്ട് തോന്നിയേ. സംശയം തീർക്കാൻ വേണ്ടി ഞാൻ വന്ന് നോക്കിയതാ. അപ്പൊ അവൻ പിന്നിൽ നിന്ന് എന്നെ ആക്രമിക്കുകയായിരുന്നു. എനിക്കൊന്നിനും ആയില്ല സാറേ. പിന്നെ എന്റെ ബോധം നഷ്ടപ്പെട്ട് ഞാൻ വീണുപോയി. പിന്നെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. മൈനക്കുഞ്ഞിനറിയാം. സാറ് ചോദിക്കേ. എന്റെ ഈശ്വരന്മാരെ, മൈനെ, എന്താ എന്താ ഉണ്ടായത്? നിന്നെ അവൻ ഉപദ്രവിച്ചോ? ഇല്ല ഏട്ടാ, അയാൾ എന്നെ ഒന്നും ചെയ്തില്ല. സത്യം. പിന്നെ അയാള് അമ്മണിയമ്മ തേടി വന്നതാ.
അയാളെ ആരൊക്കെ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതാ തെറ്റെന്റേതാ. എന്റെ വയറ്റിൽ കുരുത്തവനായതുകൊണ്ടാ ഞാൻ. ഒരു മകൻ വന്ന് ജീവിക്കാൻ ഒരു അവസരം ചോദിച്ചപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ? അവൻ എന്നെയും ചതിക്കായിരുന്നു. അവനെ പോലെ ഒരുവൻ എന്റെ മകനായി പറഞ്ഞല്ലോ. അമ്മയമ്മേ, സാർ വാ. ഹരിയേട്ടാ, പിന്നെ അയാള് വന്നത് അമ്മണിയമ്മയോടുള്ള സ്നേഹം കാരണമൊന്നുമല്ല. അയാള് അമ്മണിയമ്മയുടെ കയ്യിൽ എന്തോ ഒരു പൊതി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടത്രേ. അത് തേടിയാ വന്നത്. നേരാണോ അമ്മണിയമ്മേ? എന്റെ കർത്താവെ, അതുവല്ല ബോംബോ മറ്റോ ആയിരിക്കും. അമ്മണിയമ്മ അത് സൂക്ഷിച്ചിട്ടുണ്ടോ? എന്താ അത്? എന്താണെന്ന് എനിക്കറിയില്ല സാറേ. ഞാനത് തുറന്നു നോക്കിയിട്ടില്ല. ഞാനത് എടുത്തോണ്ട് വരാം. ബോംബ് സ്ക്വാഡിനെ വിളിച്ചാലോ സാർ? ഇയാളൊന്നും ഉണ്ടായിരുന്നേ? അങ്ങനെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇതാ സാർ. സിധു, എന്റെ അടുത്തൊന്നിരിക്കാമോ? സിധു, എന്തെങ്കിലുമൊക്കെ പറയൂ സിധു. എനിക്ക് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ വല്ലാതെ ബോറടിക്കുന്നു. ഉറങ്ങാന്ന് വെച്ചാ ഒക്കെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാ കാണുന്നത്. കഴിഞ്ഞ ദിവസം 2 പേര് എന്റെ അടുത്ത് വന്ന് ഉറക്കെ കരയുന്നു. സ്വപ്നത്തില് ഞാൻ എത്ര പറഞ്ഞിട്ടും കരച്ചിൽ നിർത്തുന്നതേയില്ല. ഒടുക്കം എനിക്കങ്ങ് പേടിയായി. അപ്പോ അവരെന്താ പറഞ്ഞെന്നറിയോ? എന്റെ അച്ഛനും അമ്മയും ആണെന്ന്. അച്ഛൻ ശരിക്കും ഹരിയേട്ടനെ പോലെ ഇരിക്കുന്നേ. അമ്മ സുന്ദരിയാ. മരിച്ചുപോയവരെയൊക്കെ സ്വപ്നം കാണാന്ന് വെച്ചാ അത് നല്ലതാണോ സിദ്ധു? മാനസ, നീ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ? മനസ്സിൽ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകൾ കാരണോ ഇങ്ങനെ ഓരോ സ്വപ്നവും മണ്ണാങ്കട്ടയും? സിദ്ധു എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇന്നവരെ കാണാത്ത ചില മനുഷ്യരെ, ചില സ്ഥലങ്ങളെ, പിന്നെ മറവിയിലേക്ക് മാഞ്ഞു പോയവരെ എല്ലാം സ്വപ്നത്തിൽ കാണാന്ന് വെച്ചാ അതൊരു ഭാഗ്യമല്ലേ? ഞാൻ കാണാത്ത എന്റെ അച്ഛനും അമ്മയും എന്റെ അടുത്ത് വരിക, പിന്നെ എന്നെ സമാധാനിപ്പിക്കുക, എന്നോട് സംസാരിക്കുക, ഒക്കെ ഒരു ഭാഗ്യം തന്നെയാ. പിന്നെ പിന്നെ നമ്മുടെ കുഞ്ഞു അവർക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞു അവർക്കൊപ്പം ഉണ്ടായിരുന്നു. മാനസേ, മതി, ഇനിയൊന്നും പറയണ്ട. സിധുവിനെ കാണാൻ ഒത്തില്ലല്ലോ അല്ലേ? അവള് നമ്മുടെ മോള് നല്ല സുന്ദരിയാ. കണ്ണെഴുതി പൊട്ടും തൊട്ട് നല്ല ഭംഗിയുള്ള ഫ്രോക്കൊക്കെ ഇട്ട്, കൈനിറയെ കരിവിളകളൊക്കെ ഇട്ട്, ആരോ നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അവക്ക്. പല്ലില്ലാത്ത കുഞ്ഞു ആ തുറന്ന് എന്തൊരു ചിരിയായിരുന്നെന്നോ അവള്. അവളെന്നെ അമ്മയെന്ന് വിളിക്കാൻ ആഞ്ഞതാ സിദ്ധു. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഉണർന്നു പോയി.
സ്വപ്നത്തിൽ പോലും അമ്മയെന്നൊരു വിളി കേൾക്കാൻ എനിക്കായില്ലല്ലോ സിദ്ധു. മനസ്സ പ്ലീസ്, നീ കരയല്ലേ പ്ലീസ്. ആരുടെയൊക്കെയോ ശാപമായിരിക്കല്ലേ സിദ്ധു. നമ്മുടെ ജീവിതം കണ്ട് അസൂയപ്പെട്ടവർ ഒത്തിരി ഉണ്ട്. അവരുടെയൊക്കെ കണ്ണേറ്റതാവും. എനിക്ക് അങ്ങനെ തോന്നാം. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്കൊരുമിച്ച് കുറെ ക്ഷേത്രങ്ങളിൽ പോണ സിദ്ധു. ഗുരുവായൂരും കാടാമ്പുഴയും ചോറ്റാനിക്കരയും പഴനിയും മധുരയും ഒരുപാട് പുണ്യസ്ഥലങ്ങൾ കണ്ടു തൊഴണം. അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ശാപം ഏറ്റിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പ്രായശ്ചിത്തം തേടണം, പരിഹാരം ചെയ്യണം. എന്നെ കൊണ്ടുപോവോ സിദ്ധു? സിദ്ധു, ഇനിയും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെങ്കിലും ആരുടെ ശാപം ഏൽക്കാതിരിക്കട്ടെ. നീ എന്തൊക്കെയാ പറയുന്ന മനസ്സേ? നമുക്ക് ആരുടെ ശാപം പറ്റുമെന്നാ? ഒക്കെ നിന്റെ വെറും തോന്നല. ശാപം, ഭാഗ്യം, പരിഹാരം അങ്ങനെയൊന്നുമില്ല. ഒക്കെ നമ്മുടെ മനസ്സുണ്ടാക്കുന്ന തോന്നലുകളാ. അല്ല സിദ്ധു, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോ എനിക്കത് വിശ്വാസമാ. ഇല്ലെങ്കിൽ ഞാൻ ഓടിക്കളിച്ച് വളർന്ന വീടാത്. അവിടെ എന്റെ കാല് വഴുതുക എന്ന് പറഞ്ഞ എത്രയൊക്കെ സങ്കടപ്പെടുത്തിയാലും ഇന്നേ വരെ എന്റെ നേരെ കൈ ഓങ്ങ പോലും ചെയ്യാത്ത ഹരിയേട്ടൻ എന്നെ അടിക്കുക. അതുകൊണ്ടല്ലേ സിദ്ധു നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ഹരിയേട്ടൻ പോലും ഉള്ളറിയാതെ ശപിച്ചിട്ടുണ്ടാവും എന്നെ, അല്ലേ? മനസ്സേ മതി, നിർത്ത്. സിദ്ധുവിന് പോലും എന്നോട് ദേഷ്യമല്ലേ? ദേഷ്യപ്പെട്ടോളൂ, എന്നെ വെറുത്തോളൂ. സിദ്ധുവിന്റെ കുഞ്ഞിനെ കൊന്നവളഞ്ഞ് തന്തേം തള്ളേ അകത്തുണ്ടോടി? അമ്മ എന്താ ലേറ്റായ? ഞാൻ കരുതി പ്ലാനിങ് ഒക്കെ മാറ്റി വെച്ചെന്ന്. ഒറ്റ അടി വെച്ചെന്നാണല്ലോ പോത്ത്. ഒന്ന് പതുക്കെ പറയടി. അവൻ വരൂ? വരേണ്ടതാണ്. മനോജ് വരുമെന്ന് പറഞ്ഞാ വരും, അത് ഉറപ്പാ. ഒരു മനോജ്, അവന് വേണ്ടി ഒരു കുഴി കുത്തിക്കൊണ്ടിരിക്കുക ഞാൻ. അതിനെനിക്കെന്താ? കുഴി കുത്തിയെങ്കിൽ അതിനകത്തിട്ട് അങ്ങ് മൂടിക്കോണം. ദേ അവൻ അവിടെ നിൽക്ക്. ദേവൻ പോവാ. അവൻ വരും. ആദ്യം അകത്തെ സിറ്റുവേഷൻ എന്താന്ന് നോക്കാം. എന്തോ കണക്കോ എഴുതി കൂട്ടി കാലത്തെ അവിടെ ഇരിപ്പുണ്ട് അമ്മയുടെ ഏട്ടൻ. തള്ളച്ചി അടുക്കളയിലും കണ്ട പിടി. ചായ. ഓ, കണക്കുകൾ എത്ര ശരിയാക്കാൻ നോക്കിയിട്ടും ശരിയാകുന്നില്ലല്ലോടി. നേരം വെളുത്തപ്പോ തുടങ്ങിയ പണിയാ. ഓ, 1 കിലോ പഞ്ചാരയാ വാരിയിട്ടേക്കുന്നേ. ഇങ്ങനെ പോയാ ഞാൻ പഞ്ചാര വാങ്ങിച്ച് മുടിയുമല്ലോടി. അതിന് ഞാൻ പഞ്ചാര ഇട്ടിട്ടില്ലല്ലോ. ഇടയില്ലയോ? ആ, ശരിയാണല്ലോ. അതെന്താ സാവിത്രി എനിക്ക് അപ്പ അങ്ങനെ തോന്നിയത്?
ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നാണല്ലോ നമ്മുടെ രീതി. അതിന്റെ ഇടയ്ക്ക് ഒരു കുത്ത്. എന്റെ സാവിത്രി, നിന്നെ സമ്മതിക്കണം. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ശത്രുവായിരുന്നോ? 2 ജന്മത്തിലും ഒരുപോലെ വരുവോ? എനിക്കറിയില്ല. പിന്നെ ഒരു കുത്ത്. ആ പെണ്ണിവിടെ തുള്ളിച്ചാടി നടന്നിട്ട് എങ്ങോട്ടാ പോയത്? ആര്? ഗീതു. അവളോ? അവൾ അമ്മ കാത്തു നിന്നേ. സീതാലക്ഷ്മി വരുന്നുണ്ട്. അയ്യോ, എന്നാലേ ആ നിലവിളക്ക് നിറവറ എടുത്ത് വെക്കട്ടെ. വേണമെങ്കിൽ നിങ്ങൾ എന്ന് 2 ആനയും കൂടെ വിളിച്ചോണ്ട് വാ. നെറ്റിപ്പട്ടം കെട്ടി ചുമ്മർത്ത് നിർത്താം. വന്നല്ലോ. എന്താ ഏട്ടത്തി മുഖത്തൊരു തെളിച്ചയില്ലായ്മ? തെളിച്ച അല്പം കുറവാ സീതാലക്ഷ്മി. നിന്റെ ഏട്ടന് കൊടുത്ത ചായയിലേ മധുരം അല്പം കൂടിപ്പോയി. അതിനെന്താ, ഏട്ടന് ഷുഗർ ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ ഏട്ടാ? അതുകൊണ്ടല്ല, നിന്റെ ഏട്ടൻ ഇപ്പം മധുരമല്ല, കയ്പാ പഥ്യം. അമ്മേ, ദേ എന്തൊക്കെയോ സ്വീറ്റ്സാ അമ്മ കൊണ്ടുവന്നതാ. അയ്യോ, ദാ നിൽക്കുന്ന അങ്കിള്, അങ്ങോട്ട് കൊടുത്തേക്ക്. ഏട്ടത്തി എന്താ ഏട്ടാ എപ്പോഴും ഇങ്ങനെ? ഞങ്ങളൊക്കെ എന്ത് തെറ്റാ ഏട്ടത്തോട് ചെയ്തത്? അതങ്ങനെ ഒരു പോത്ത് വകതിരിവില്ലെന്നേ. ഇനിയിപ്പോ ഈ പ്രായത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുമോ? ആ, എന്താ ഏട്ടാ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ? പിന്നെ സംഭവം കൊള്ളാം. പക്ഷേ അത്രയൊക്കെ മുതൽ മുടക്കാൻ മാത്രം എന്റെ ഇവിടുന്ന പൈസ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. ഏട്ടനിങ്ങ് വന്നേ. നീ എന്റെ കൂടെ ഉണ്ട പിന്നെ എനിക്കെന്താ? വേദനിച്ചോ അല്ലേ? സോറി. എന്നെ ഇവിടുന്ന് ഓടിക്കാൻ എന്തൊക്കെയോ പദ്ധതികൾ ഇടുന്നുണ്ട് വേണുവിന്റെ അപ്പച്ചി സംഘവും. ഇനിയിപ്പോ ആകാശം ഇടിഞ്ഞു വീഴുകയോ ഭൂമി കുലുക്ക സംഭവിച്ചാലോ ശരി, ഞാൻ ഒരിക്കലും വേണുവേട്ടന്റെ അടുത്തുനിന്ന് പോവാൻ പോകുന്നില്ല. അമ്മ പറഞ്ഞു തന്നതാ. ഇനി അംബികയ്ക്കും അല്പം ധൈര്യമൊക്കെ വരും, നോക്കിക്കോ. ഞാനിപ്പോ വരാട്ടോ. എന്താ ഗീതു ഇത്? ഇതൊക്കെ ചീപ്പാ. നീ പറഞ്ഞതനുസരിക്കും. എന്താ ഏട്ടത്തി, നല്ല ജോലിയിലാണല്ലോ. ദേ, എന്നെ കരുതിയാണെങ്കിൽ ഞാൻ ഉണ്ണാൻ നിൽക്കുന്നില്ല കേട്ടോ. നേരെ ഇത്രയായില്ലേ സീതാലക്ഷ്മി? ഇനി വീട്ടിൽ ചെന്നിട്ട് എപ്പോഴാ? ഉണ്ടിട്ട് പോയാ മതി. അയ്യോ ഇല്ലെന്നേ, ഒരത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്. കമ്പനിയുടെ ഒരു ആവശ്യം അതാ. ഞാൻ എത്ര നാളായി പറയാ ഏട്ടനോടൊരു ജോലിക്കാരിയെ നിർത്താൻ, കേക്കണ്ടേ? ഇതിപ്പോ ഏട്ടത്തി തന്നെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഓ അതോ, ഇതൊക്കെ എന്ത് കഷ്ടപ്പാടാ. ഭർത്താവിനും മക്കൾക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു സ്ത്രീക്ക് കഷ്ടപ്പാടാണോ സീതാലക്ഷ്മി?
അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എനിക്ക് കമ്പനി മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. ദാ ഈ കാണുന്നതാ എനിക്കെല്ലാം. ആ, നിനക്ക് കുടിക്കാൻ സംഭാരോ കാപ്പിയോ എടുക്കട്ടെ? ഒന്നും വേണ്ട ഏട്ടത്തി. ഞാൻ അരവിന്ദേട്ടനോട് പറയായിരുന്നു, ഉള്ള കാശിങ്ങനെ വട്ടപ്പലിശയ്ക്ക് കൊടുത്ത് നാട്ടുകാരുടെ പ്രാക്ക് വാങ്ങാണ്ട് വല്ല ബിസിനസ്സും ചെയ്യാൻ. അയ്യോ, അപ്പൊ നിനക്കതറിയില്ലേ? നിന്റെ ഏട്ടനെ ആരുടെയെങ്കിലും പ്രാക്ക് വാങ്ങാതെ കിടന്നാ ഉറക്കം വരില്ല. ഈ ഏട്ടത്തി. എന്നിട്ട് ഏട്ടൻ സമ്മതിച്ചോ? പാതി സമ്മതിച്ചു. കുറച്ച് കാശ് ഞാൻ കൊടുക്കാന്നും പറഞ്ഞു. കാശും പദവിയും മറ്റു സുഖ സൗകര്യങ്ങളും ഇവിടെയും വേണം. എന്റെ കുടുംബമല്ലേ ഇത്. ഒന്നും വേണ്ട സീതാലക്ഷ്മി. ഈ പറഞ്ഞ സുഖ സൗകര്യങ്ങളുള്ളവർക്ക് ഇല്ലാത്ത ഒരു കാര്യം മാത്രം മതി എനിക്ക്. അതെന്താ? മനസ്സമാധാനം.